നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിന് മുൻപിലാണ്. ഇത് കേവലം ഒരു പ്രതിരോധ യുദ്ധമാണോ അതോ ഇസ്രയേലിന്റെ വിപുലമായ അധിനിവേശ അജണ്ടയുടെ ഭാഗമാണോ? മുൻ ഇസ്രയേലി സമാധാന ചർച്ചാ പ്രതിനിധി ഡാനിയൽ ലെവി മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇസ്രയേൽ തങ്ങളുടെ അധികാരം മേഖലയിലാകെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗാസയിലെ സൈനിക നടപടികളിലൂടെ ലഭിച്ച ശിക്ഷിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം അവരെ ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയാണ്. എന്നാൽ ഗാസയല്ല ഇറാൻ എന്ന കാര്യം ഓർമ്മിപ്പിക്കണമെന്നും ലെവി പറയുന്നുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സങ്കല്പവും സൈനിക നീക്കങ്ങളുമാണ് ഇസ്രയേലിന് തിരിച്ചടിയായതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഡാനിയൽ ലെവി പറയുന്നത് പോലെ ഇത് കേവലം സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് മേഖലയിലെ ഏറ്റവും വലിയ ഹാർഡ് പവറായി മാറാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണ്. വെസ്റ്റ് ബാങ്കിൽ സൈന്യത്തിന്റെ സഹായത്തോടെ ഇസ്രയേലി സെറ്റിൽമാർ നടത്തുന്ന വംശീയ ഉന്മൂലനം, പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ച് ഭൂമി കയ്യേറുന്ന പ്രക്രിയ യുദ്ധത്തിന്റെ മറവിൽ ശക്തമാവുകയാണ്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രയേലിനെ എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയങ്ങളെ ഇസ്രയേൽ സ്വാധീനിക്കുന്നു. ഇറാനെ തളയ്ക്കുകയെന്നത് ഇസ്രയേലിന്റെ പ്രാദേശിക ആധിപത്യത്തിന് അനിവാര്യമാണ്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിലവിലെ യുദ്ധതന്ത്രങ്ങൾ. ഇതിൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് അമേരിക്കയെ നേരിട്ട് ഇറാനുമായുള്ള യുദ്ധത്തിൽ പങ്കാളികളാക്കാനാണ്. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ബ്ലോബാക്ക് അനുഭവിക്കുന്നത് സാധാരണക്കാരായ പാലസ്തീനികളാണ്. ഗാസയിലെ വംശഹത്യയുടെ അനന്തരഫലങ്ങൾ ലോകത്തിനു മുന്നിൽ വിവരിക്കുക. ഇത് ഇസ്രയേലിന് തന്നെ വലിയ തിരിച്ചടിയായി മാറും. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നത് മുതൽ മേഖലയുണ്ടാകാൻ പോകുന്ന കടുത്ത പ്രതിഷേധങ്ങൾ വരെയെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ശക്തി ഉപയോഗിച്ച് നേടുന്ന അധികാരം ശാശ്വതമല്ല. പാലസ്തീനികളുടെ രക്തത്തിനു മുകളിൽ പടുത്തുയർത്തുന്ന സാമ്രാജ്യം കുറേ നാൾ നിലനിൽക്കില്ല, തകരുമെന്ന മുന്നറിയിപ്പോടെയാണ് ലെവിയുടെ ആരോപണം അവസാനിപ്പിക്കുന്നത്.